കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? സിനിമകളിൽ കണ്ട് പരിചിതമായ CBI സബ് ഇൻസ്പെക്ടർ, കസ്റ്റംസ് ഓഫീസർ തുടങ്ങിയ ജോലി ലഭിക്കാൻ നിങ്ങൾ എഴുതേണ്ട എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹൈ പ്രൊഫൈൽ ആളുകളുടെ പോലും പേടി സ്വപ്നമായ ED ആവുന്നത് എങ്ങനെയെന്നറിയാമോ? ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്കായി ഇതുപോലെയുള്ള ഗ്ലാമറസ് ആയ ഹൈ സാലറി പാക്കേജോട് കൂടിയ നിരവധി ജോലി സാധ്യതകൾ മുന്നോട്ട് വെക്കുന്ന ഒരു എക്സാമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അഥവാ CGL. പേ ലെവൽ 4 മുതൽ പേ ലെവൽ 8 വരെ സാലറി സ്കെയിൽ വരുന്ന 35ഓളം വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു എക്സാമിലൂടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പോസ്റ്റുകളും അതിന്റെ ഡീറ്റെയിൽസും നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തെ പോസ്റ്റാണ് AAO അഥവാ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ഇൻ CNDG. CGL എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഹയസ്റ്റ് പേയബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഗസറ്റഡ് പോസ്റ്റാണ് AAO. ഇതിന്റെ ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ കമ്പനീസ് തുടങ്ങിയവയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന ജോബ് റോള്. കൂടാതെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ഓഡിറ്റ് ഓഫീസറെ സീനിയർ ഓഡിറ്റ് ഓഫീസേഴ്സിനും ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ജോബ് റോളിൽ വരുന്നതാണ്. ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഒരുപാട് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഫീൽഡ് ജോബായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതെങ്കിൽ ക്ലറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെസ്ക് ജോബ് ആയിട്ട് വരുന്ന ജോലികളായിരിക്കും കൂടുതലായിട്ടും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. ഇനി നമുക്ക് സാലറി ആൻഡ് പെർക്സ് നോക്കുകയാണെങ്കിൽ പേ ലെവൽ 8 വരുന്ന ജോലി ആയതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഒരു എക്സ് കാറ്റഗറി സിറ്റിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞ് ഇൻ ഹാൻഡ് 80,000 എബോവ് സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോലിയുടെ ഭാഗമായി കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ അലവൻസും പെട്രോൾ ബില്ലും എക്സ്ട്രാ ലഭിക്കുന്നതാണ്. അതുകൂടാതെ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും ലഭിക്കുന്ന ലീവ്, ട്രാവൽ കൺസെഷൻ അലവൻസും ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് തുടങ്ങിയ മറ്റ് അലവൻസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ പോസ്റ്റിംഗ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അതിൽ കേരളത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ട്രിവാൻഡ്രത്താണ്. അതുകൂടാതെയുള്ള CNDG ഓഫീസേഴ്സ് മറ്റു ജില്ലകളിലും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ AAO ആദ്യത്തെ പ്രൊമോഷനിൽ ഓഡിറ്റ് ഓഫീസറായും, പിന്നീട് സീനിയർ ഓഡിറ്റ് ഓഫീസറായും, പിന്നീട് ഡെപ്യൂട്ടി ഓഡിറ്റർ ജനറലായും, അങ്ങനെ സീനിയർ ഡെപ്യൂട്ടി ഓഡിറ്റർ ജനറൽ വരെ നിങ്ങൾക്ക് ആകാവുന്നതാണ്. ഇനി ഒരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ CGL എക്സാം എന്ന് പറയുന്നത് ഒരു സിംഗിൾ എക്സാം ആണെങ്കിലും ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പേപ്പർ നിങ്ങൾ മെയിൻസ് എക്സാമിന് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുള്ളത്, 2024 CGL നോട്ടിഫിക്കേഷനിൽ AAO പോസ്റ്റിന് ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് പ്രിവെന്റീവ് ഓഫീസർ. പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല, പക്ഷേ കസ്റ്റംസ് ഓഫീസർ എന്ന് പറയുമ്പോൾ മനസ്സിലാവും. സ്മഗ്ലിംഗ് പ്രിവെന്റ് ചെയ്യുക, പുറമേ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് പേയ്മെന്റ് നടത്തിയെന്ന് എൻഷുർ വരുത്തുക, ബാൻഡ് ഐറ്റംസിന്റെ ഇമ്പോർട്ടിംഗ് പ്രിവെന്റ് ചെയ്യുക, റിസ്ട്രിക്റ്റഡ് ഐറ്റംസിന്റെ ഇമ്പോർട്ടിംഗിൽ അതിന്റെ ഗൈഡ് ലൈൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എന്നതെല്ലാമാണ് ഇവരുടെ ഡ്യൂട്ടിയിൽ വരുന്നത്. ഇതിൽ തന്നെ ഫീൽഡ് ജോബും ഡെസ്ക് ജോബും വരുന്നുണ്ട്. ഫീൽഡ് ജോബിൽ നിങ്ങൾക്ക് എയർപോർട്ടിലും സീപോർട്ടിലുമാണ് ജോലി ലഭിക്കുക. അതിൽ എയർപോർട്ടിൽ നിങ്ങൾ ഇന്റലിജൻസ് ഓഫീസർ ആയിട്ടും സീപോർട്ടിൽ കസ്റ്റംസ് ഓഫീസറുമായിട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. ഇനി ഇതിന്റെ സാലറി ആൻഡ് പെർക്സ് നോക്കുകയാണെങ്കിൽ പേ ലെവൽ 7 വരുന്നത് കൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ എക്സ് കാറ്റഗറി സിറ്റിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻ ഹാൻഡ് സാലറി 75,000 പ്ലസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി അലവൻസിലോട്ട് വരികയാണെങ്കിൽ സാധാരണ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും ലഭിക്കുന്ന LTC, ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് പോലെയുള്ള അലവൻസ് കൂടാതെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ യൂണിഫോം അലവൻസ് നിങ്ങൾക്ക് ഇയർലി ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ പോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ എയർപോർട്ട്സിലും സീപോർട്ട്സിലും ആയിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. അതിൽ കൂടുതലും കോസ്റ്റൽ ഏരിയാസിൽ പോസ്റ്റിംഗ് വരുന്നത് കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് വേക്കൻസീസ് ഇത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതിന്റെ 6 സോണുകളിൽ ഒരു സോൺ വരുന്നത് നമ്മുടെ കൊച്ചിയിലുമാണ്. ഇനി നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ നോക്കുമ്പോൾ പ്രിവെന്റീവ് ഓഫീസർ ആദ്യത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് സൂപ്പറിൻറ്റൻഡന്റ് ആയിട്ടാണ്. ഈ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത് ഗസറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ആൻഡ് രണ്ടാമത്തെ നിങ്ങളുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടാണ്. ഈ അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറയുന്നത് IRS കാഡറിലോട്ടുള്ള എൻട്രി ആണ്. അതായത് UPSC എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന IRS ഇന്ത്യൻ റവന്യൂ സർവീസിലോട്ടുള്ള എൻട്രി ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, അങ്ങനെ അഡീഷണൽ കമ്മീഷണർ വരെ ആവാനുള്ള സാധ്യത നിങ്ങൾക്ക് പ്രൊമോഷനിലൂടെ ലഭിക്കുന്നതാണ്. മൂന്നാമത്തേത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഇൻ CBDT അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഇതിലും ഫീൽഡ് ജോബും ഡെസ്ക് ജോബും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മിക്സ്
മിക്സഡ് ജോബ് പ്രൊഫൈൽ ആണ് വരുന്നത്. ഇതിൽ മെയിൻലി 2 ടൈപ്പ് ജോബ് റോൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അസസ്മെന്റ് ആണ്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ കമ്പനീസിന്റെ ഒക്കെ ടാക്സ് പേയ്മെന്റ് അസസ് ചെയ്യുക, അതേപോലെ ടാക്സ് റീഫണ്ട് ക്ലെയിംസ് അസസ് ചെയ്യുക എന്നതൊക്കെയാണ് ഈ ഒരു ജോബ് റോളിൽ വരുന്നത്. രണ്ടാമത്തെ ടൈപ്പ് നോൺ അസസ്മെന്റ് ആണ്. ഇത് ഇൻവെസ്റ്റിഗേഷൻ വിങ് ആണ്, അതായത് ഫീൽഡ് ജോബ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻലി റെയ്ഡ് ടീമിനെ അക്കമ്പനി ചെയ്യുക എന്നുള്ളതായിരിക്കും ജോബ് ഡ്യൂട്ടി വരുന്നത്. ഇനി നമുക്ക് സാലറി ആൻഡ് പെർക്സ് നോക്കുകയാണെങ്കിൽ സാലറി ലെവൽ വരുന്നത് ലെവൽ 7, അതായത് നേരത്തെ പറഞ്ഞ പ്രിവെന്റീവ് ഓഫീസറിന്റെ സെയിം സാലറി സ്ട്രക്ചർ ആണ് ഇതിലും വരുന്നത്. അതുകൂടാതെ അലവൻസും നമ്മൾ ജനറൽ ആയിട്ടുള്ള അലവൻസ് കൂടാതെ ഇത് ഫീൽഡ് ജോബ് വരുന്നത് കൊണ്ട് തന്നെ മന്ത്ലി 30 ലിറ്റർ പെട്രോൾ അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പോസ്റ്റിംഗ് നോക്കുമ്പോൾ 18 സോണിൽ ഏത് സോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പ്രിഫർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അതിൽ തന്നെ നമ്മുടെ കേരളവും ലക്ഷദ്വീപും വരുന്നത് കൊച്ചിൻ സോണിന്റെ അണ്ടറിലാണ്. ഇനി നമുക്ക് പ്രൊമോഷൻ സാധ്യത നോക്കുമ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആദ്യത്തെ പ്രൊമോഷൻ ഇൻകം ടാക്സ് ഓഫീസർ ആയിട്ടാണ്, അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. രണ്ടാമത്തെ പ്രൊമോഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടാണ്, നേരത്തെ പറഞ്ഞതുപോലെ അതൊരു IRS എൻട്രി ആണ്. പിന്നീട് ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, അങ്ങനെ അഡീഷണൽ കമ്മീഷണർ വരെ ആവാനുള്ള സാധ്യത നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുന്നതാണ്. നാലാമത്തെ പോസ്റ്റ് ആണ് ASO ഇൻ MEA അഥവാ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിദേശ രാജ്യത്ത് നിങ്ങൾക്ക് ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാവാനുള്ള അവസരം എന്നത്. ഇനി ഇവിടെ ജോബ് റോൾസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യുക, അതേപോലെ തന്നെ പാസ്പോർട്ട് വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക, IFS ഓഫീസർ അഥവാ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനെ അസിസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫോറിൻ കൺട്രിയിലാണ് പോസ്റ്റിംഗ് എങ്കിൽ അവിടെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രേഷൻസ്, അതിന്റെ ഇവന്റ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യുക. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് സമ്മിറ്റ്സിൽ അഥവാ സാർക്ക്, ASEAN, BRICS പോലെയുള്ള സമ്മിറ്റ്സിൽ പങ്കെടുക്കുക. ഇങ്ങനെ തുടങ്ങിയ ജോബ് റോൾസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇനി നമുക്ക് ഫോറിൻ പോസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഫോറിൻ പോസ്റ്റിംഗ് ലഭിക്കുക. നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ, അതായത് നിങ്ങളുടെ പാരന്റ്സിനെയും നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും അക്കമഡേഷനും അതേപോലെ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും നിങ്ങൾക്ക് എൻഷുർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ മക്കൾക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ വിദേശത്ത് പഠിക്കാനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1500 കിലോ ലഗേജ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങളുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് വൈറ്റ് പാസ്പോർട്ട് ആയിരിക്കും. ഇനി നിങ്ങൾ ഫോറിൻ പോസ്റ്റിംഗ് ഉള്ള സമയത്ത് അവിടെ ഏത് കൺട്രിയിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് ഒരു വർഷത്തിൽ 1 മുതൽ 3 തവണ വരെ വരാനുള്ള അനുമതിയും ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ സാലറി ആൻഡ് പെർക്സ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലെവൽ 7 വരുന്ന അതേ പേ സ്കെയിലാണ് ഇതിലും സാലറി സ്ട്രക്ചർ വരുന്നത്. പക്ഷേ ഫോറിൻ പോസ്റ്റിംഗ് ആണെങ്കിൽ ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ഫോറിൻ അലവൻസ് ആയിട്ട് ഒരു എമൗണ്ട് ലഭിക്കും. അതിലിപ്പോൾ നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏവറേജ് ഒരു 2 lakhs പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രി ചേഞ്ചസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു ഫോറിൻ അലവൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ടാക്സ് ഫ്രീ എമൗണ്ട് ആണ്. ആ ഒരു ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുന്നതാണ്. ഇനി മറ്റ് അലവൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും ലഭിക്കുന്ന അലവൻസ് കൂടാതെ നിങ്ങൾ ഏത് കൺട്രിയിലാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഹീറ്റ് ഓർ കോൾഡ് അലവൻസും റിസ്ക് അലവൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ MEAയുടെ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്. അതുകൂടാതെ ഫോറിൻ പോസ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞു. ഇനി റീജിയണൽ ആയി നോക്കുകയാണെങ്കിൽ RPO അഥവാ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലും POE അഥവാ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഓഫീസസിലും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. RPO നിങ്ങൾക്കറിയാം എല്ലായിടത്തും റീജിയണൽ പാസ്പോർട്ട് ഓഫീസസ് വരുന്നുണ്ട്. ഇനി POE എന്ന് പറയുന്നത് കേരളത്തിൽ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഓഫീസ് വരുന്നുണ്ട്. ഇനി പ്രൊമോഷൻ സാധ്യതകൾ നോക്കുമ്പോൾ ASO അടുത്ത പ്രൊമോഷൻ വരുന്നത് സെക്ഷൻ ഓഫീസർ ആയിട്ടാണ്. അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. പിന്നീട് അണ്ടർ സെക്രട്ടറി, അതായത് IFS കേഡറിലോട്ടുള്ള നിങ്ങളുടെ എൻട്രി ആണ്, ഇന്ത്യൻ ഫോറിൻ സർവീസിലോട്ടുള്ള നിങ്ങളുടെ എൻട്രി. പിന്നീട് ഡെപ്യൂട്ടി സെക്രട്ടറി, ഡയറക്ടർ, അങ്ങനെ ജോയിന്റ് സെക്രട്ടറി വരെ ആവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അഞ്ചാമത്തേത് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഇൻ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കേസസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻലി ഇന്ത്യയിൽ തന്നെ നടപ്പാക്കിയ 2 ആക്ട് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവർ ചെക്ക് ചെയ്യുന്നതാണ്. ആ 2 ആക്ടിൽ ഒന്നാമത്തേത് FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999. രണ്ടാമത്തേത് PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. ഈ 2 നിയമങ്ങളും പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഡെസ്ക് ജോബും വരുന്നുണ്ട്, ഫീൽഡ് ജോബും വരുന്നുണ്ട്. സ്മോൾ സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഡെസ്ക് ജോബും, മെട്രോപൊളിറ്റൻ പോലെയുള്ള സിറ്റീസിലാണെങ്കിൽ ഫീൽഡ് ജോബും ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. റെയ്ഡിന്റെ സമയത്തൊക്കെ ഹയർ ഒഫീഷ്യൽസിനെ അസിസ്റ്റ് ചെയ്യുക, അതേപോലെ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യുക എന്നതൊക്കെ ഈ ഒരു ജോബ് റോളിൽ വരുന്നതാണ്. ഇനി സാലറി ആൻഡ് പെർക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പേ ലെവൽ 7 സെയിം സാലറി സ്ട്രക്ചർ ആണ് വരുന്നത്.
ഇനി അലവൻസ് നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും കിട്ടുന്ന അലവൻസ് കൂടാതെ ഇവർക്കൊരു സ്പെഷ്യൽ ഇൻസെന്റീവ് അലവൻസ് 20% ലഭിക്കുന്നുണ്ട്. ഇനി പോസ്റ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇതിന് 5 റീജിയണൽ ഓഫീസും 16 സോണൽ ഓഫീസും 13 സബ് സോണൽ ഓഫീസും വരുന്നുണ്ട്. അതിൽ റീജിയണൽ ഓഫീസിൽ കേരളം വരുന്നത് ചെന്നൈ റീജിയണൽ ഓഫീസിന്റെ അണ്ടറിലാണ്. ഇനി കേരളത്തിൽ വരുന്ന സോണൽ ഓഫീസ് കൊച്ചിയിലും സബ് സോണൽ ഓഫീസ് കോഴിക്കോടുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പ്രൊമോഷൻ സാധ്യത നോക്കുമ്പോൾ AEO എന്ന് പറയുന്നത് അടുത്ത പ്രൊമോഷൻ വരുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ്. അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടും പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടർ അങ്ങനെ ജോയിന്റ് ഡയറക്ടർ വരെ ആവാനുള്ള സാധ്യത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 6ാമത്തേതാണ് സബ് ഇൻസ്പെക്ടർ ഇൻ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ സബ് ഇൻസ്പെക്ടർ. ഇതിന്റെ ജോബ് പ്രൊഫൈൽ പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും ഇത്. ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കേസസ് ആണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ തന്നെ CBIക്ക് ഡിഫറെന്റ് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ആന്റി കറപ്ഷൻ ബ്രാഞ്ചസ്, സ്പെഷ്യൽ ക്രൈം ബ്രാഞ്ച്, ഇതേപോലെയുള്ള ഡിഫറെന്റ് ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഇവർ ഓരോരുത്തരും ഹാൻഡിൽ ചെയ്യുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള കേസസ് ആയിരിക്കും. ഇനി സാലറി ആൻഡ് പെർക്സ് നോക്കുന്ന സമയത്ത് പേ സ്കെയിൽ 7 പ്രകാരമുള്ള സാലറി സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആൻഡ് അലവൻസ് ജനറൽ ആയിട്ടുള്ള അലവൻസ് കൂടാതെ ഇതിനും 20% സ്പെഷ്യൽ ഇൻസെന്റീവ് അലവൻസ് ലഭിക്കുന്നതാണ്. അത് കൂടാതെ സിം കാർഡ് ഫെസിലിറ്റി ലഭിക്കും. ആൻഡ് സെക്കൻഡ് ക്ലാസ് AC-യിൽ ട്രെയിനിൽ യാത്ര ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഫുഡ് ആൻഡ് അക്കമഡേഷൻ അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതൊന്നും കൂടാതെ സാധാരണ നമുക്കൊരു വർഷം എടുക്കുന്ന സമയത്ത് 12 മാസത്തെ സാലറി കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് 13 മാസത്തെ സാലറി, അതായത് ഒരു മാസം എക്സ്ട്രാ സാലറിയും ലഭിക്കുന്നതാണ്. ഇനി പോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ബ്രാഞ്ചസിന്റെ 50%ഉം ഡൽഹിയിലായതുകൊണ്ട് തന്നെ 50% പോസ്റ്റിംഗും ഡൽഹിയിലാണ് വരുന്നത്. അതുകൂടാതെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈ സോണിന്റെ അണ്ടറിൽ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും കേരളത്തിൽ ഓഫീസ് വരുന്നുണ്ട്. ഇനി പ്രൊമോഷൻ സാധ്യത നോക്കുമ്പോൾ ആദ്യം സബ് ഇൻസ്പെക്ടർ കഴിഞ്ഞിട്ട് അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ്, ദെൻ അഡീഷണൽ സൂപ്രണ്ടന്റ്, അങ്ങനെ സൂപ്രണ്ടന്റ് വരെ ആവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 7ാമത്തേത് പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ്. ഇത്രയും നേരം പറഞ്ഞതുപോലെയുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ലഭിക്കാൻ സാധ്യത കൂടിയിട്ടുള്ള പോസ്റ്റാണ് PA അല്ലെങ്കിൽ SA എന്ന് പറയുന്നത്. ഇതിൽ PA അല്ലെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിലും SA അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലുമാണ് ജോലി ലഭിക്കുക. ഇനി നമുക്ക് സാലറി ആൻഡ് പെർക്സ് നോക്കുകയാണെങ്കിൽ CGL ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പേ സ്കെയിൽ, അതായത് പേ സ്കെയിൽ ലെവൽ 4ലാണ് ഇത് വരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇൻഹാൻഡ് സാലറി എക്സ് കാറ്റഗറി സിറ്റിയിൽ 45,000 പ്ലസ് കയ്യിൽ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ മറ്റ് ജനറൽ ആയിട്ടുള്ള എല്ലാ അലവൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി പോസ്റ്റിംഗ് എവ്രിവെയർ ഇൻ ഇന്ത്യ ആണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ലഭിക്കാൻ ഏറ്റവും സാധ്യത കൂടിയിട്ടുള്ള പോസ്റ്റാണ്. നമുക്ക് എവിടെയാണ് ജോലി വേണ്ടതെന്നുള്ള പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രൊമോഷൻ സാധ്യത നോക്കുകയാണെങ്കിൽ PA അല്ലെങ്കിൽ SA എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രൊമോഷൻ വരുന്നത് സൂപ്പർവൈസർ ആയിട്ടും അതിനടുത്തത് സീനിയർ സൂപ്പർവൈസർ HS ഗ്രേഡ് 2, അങ്ങനെ നിങ്ങൾക്ക് സീനിയർ സൂപ്പർവൈസർ HS ഗ്രേഡ് 3 വരെ ആവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ഗ്ലാമറസ് ആയ ഹൈ സാലറി പാക്കേജോട് കൂടിയ 35ഓളം വ്യത്യസ്തമായ പോസ്റ്റുകളാണ് CGL-ലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു ജോലി തന്നെ ഉറപ്പാക്കുക. ഓൾ ദി ബെസ്റ്റ്.